കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം വരുമ്പോൾ ഇപ്പോൾ പ്രളയ സമയത്ത് ഹെലികോപ്റ്ററിൻ്റെ വാടക അടക്കം ചോദിച്ച വിഷയമുണ്ട്. UAE അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായം നിഷേധിച്ചു. അതൊക്കെ പറയുമ്പോൾ കൂടെ നിന്ന ജനമാണ്. പക്ഷെ ഇത്രയും വലിയ ഇതുവരെ ഇല്ലാത്തൊരു ഡിസാസ്റ്റർ വരുമ്പോൾ കേന്ദ്രം ഉന്നയിക്കുന്ന വിമർശനങ്ങൾ അത് മറ്റൊരു തരത്തിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന് ജനങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? കേന്ദ്രത്തിൻ്റെ വിമർശനമാണെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഉപജാപത്തിന് എങ്ങനെയാണ് ചർച്ച ചെയ്യാൻ പറ്റുക? എന്താണ് കേന്ദ്രം പറഞ്ഞ രണ്ട് കാര്യമാണ് കേന്ദ്രം പറഞ്ഞത്. ഒന്ന്, അമിത്ഷാ പറഞ്ഞ കാര്യം മുന്നറിയിപ്പ് കൊടുത്തു, കേരളം അവഗണിച്ചു. കള്ളമായിരുന്നു എന്നുള്ളത്. ഞാൻ ഇതുവരെ വസ്തുതാവിരുദ്ധം എന്ന വാക്കേ പറഞ്ഞുള്ളൂ. യഥാർത്ഥത്തിൽ അതിനെ വിശേഷിപ്പിക്കേണ്ടത് എന്താ വിശേഷിപ്പിക്കേണ്ടത്? കാരണം എന്തായിരുന്നു ഫോർകാസ്റ്റ്? എന്തായിരുന്നു IMD തന്ന ഫോർകാസ്റ്റ്? 48 മണിക്കൂറിൽ 115 മുതൽ 204 മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ്. മുന്നറിയിപ്പ് ഇതായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വ്യാജമായിട്ടുള്ള പ്രസ്താവനയാണ് പാർലമെൻറ്റിൽ നടത്തിയത്. കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. കൃത്യമായ മുന്നറിയിപ്പായിരുന്നില്ല. ആ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട്. അത് മരിച്ച മനുഷ്യരെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയേണ്ട വർത്തമാനമാണോ എന്നതാണ് ഞങ്ങൾ ഉന്നയിച്ച ചോദ്യം. അല്ലാണ്ട് ഒരു ചർച്ചയും പാടില്ല എന്നൊന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇതിലെന്താ ചർച്ച? അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ഈ ലേഖനം എഴുതാൻ വാടകയ്ക്ക് ആളെ അന്വേഷിച്ച് നടന്നത്. ഭാഗ്യത്തിനൊരു വിദഗ്ധനെയും അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഭൂപേന്ദ്ര യാദവ് എന്ന മന്ത്രി സ്വയം വിദഗ്ധനായിട്ട് ചമഞ്ഞു. കാരണം വിവരമുള്ള ഒരാളെയും കിട്ടിയില്ല. എല്ലാവരും പറഞ്ഞു ഇതിന് ശാസ്ത്രീയമായിട്ടൊരു അടിത്തറയുമില്ല, ആധികാരികമായിട്ട് ഇങ്ങനെ പറയാനാവില്ല. കാരണം ഇതെന്തെങ്കിലും കുടിയേറ്റം കൊണ്ട് സംഭവിച്ചതാണെന്നോ അല്ലെങ്കിൽ മനുഷ്യപ്രവൃത്തി കൊണ്ട് സംഭവിച്ചതാണെന്നോ പറയാവുന്ന ആധികാരികമോ ശാസ്ത്രീയമോ ആയിട്ടുള്ള തെളിവുകളില്ല. പക്ഷേ ഇവരുണ്ടാക്കുകയാണ്.